പലർക്കും സ്ട്രെസ്, ആങ്സൈറ്റി ഡിസോർഡർ ഇത് മൂന്നിന്റെ ഡിഫറൻസ് അറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു പേടി, ഒരു ആവലാതിയാണ്. അതായത് നമുക്കിപ്പോൾ എക്സാം വരുമ്പോൾ ഒരു പേടി വരും അല്ലേ? നമ്മൾ ചിലർ ഡോക്ടേഴ്സിന്റെ അടുത്ത് റിസൾട്ട് കാണിച്ച് ഡോക്ടർ എന്താണ് നമുക്ക് അസുഖം എന്ന് പറഞ്ഞ് തന്നെ വരെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ അവർ ജോലി ചെയ്ത് തീർക്കണം. പക്ഷെ ഈ എല്ലാ കണ്ടീഷൻസും അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേടി പോയി, ആ ഒരു സ്ട്രെസ് പോയി. അപ്പോൾ അതായത് ഇപ്പം എക്സാം കഴിഞ്ഞാൽ നമുക്ക് പേടി പോയില്ലേ? ഡോക്ടർ നമുക്ക് എന്താണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമായി, നമ്മളെ സ്ട്രെസ് പോയി. ഇനി ഡെഡ് ലൈനിന് വർക്ക് നമ്മൾ തീർത്ത് കഴിഞ്ഞാലും ആ പേടി പോയി. അപ്പൊ ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ആങ്സൈറ്റി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ് ഓഫ് ഫിയർ ആണ്. ആ സ്റ്റേറ്റ് ഒരു കാരണമില്ലാണ്ട് നമുക്ക് ട്രിഗർ ആവും. മനസ്സിലായോ? അപ്പോൾ ഒരു കാരണമില്ലാണ്ട് നമുക്ക് ടെൻഷൻ വരുന്ന, നമുക്ക് സ്ട്രെസ് വരുന്ന, പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇനി ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റി ഒരു കാരണമില്ലാണ്ട് അതിങ്ങനെ പെർസിസ്റ്റ് ആയിട്ടിരിക്കും. അതായത് ഇത് വന്നു പോവല്ല, ഇത് സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു പേടി, ആ ഒരു ആവലാതി, ഒരു ടെൻഷൻ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അത് ബാധിക്കും. അപ്പൊ ഇത് വളരെ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റും മെഡിസിൻസും നമ്മൾ എടുക്കേണ്ടതാണ്.